നമസ്കാരം. പ്രഗ്നൻസിയിൽ സാധാരണ നമ്മൾ കൊടുക്കുന്ന ഗുളികകൾ ഫോളിക് ആസിഡും പിന്നെ അയണും കാൽഷ്യവും ആണ്. ഇതിന് പുറമെ നമ്മൾ എന്ത് ഗുളിക സ്റ്റാർട്ട് ചെയ്താലും അല്ലെങ്കിൽ എടുക്കാൻ പറഞ്ഞാലും എല്ലാവർക്കും സംശയമാണ്. ഇത് ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും ദോഷമുണ്ടോ, പ്രഗ്നൻസിയിൽ എടുക്കാൻ പറ്റുന്ന ഗുളികയാണോ എന്നൊക്കെ. സാധാരണ നമ്മൾ പ്രഗ്നൻസിയിൽ എക്സ്ട്രാ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ലേഡീസിന് കൊടുക്കുന്ന, പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് കൊടുക്കുന്ന ഒരു ഗുളികയാണ് ഇക്കോസ്പിരിൻ. ഇക്കോസ്പിരിൻ, ആസ്പിരിൻ എന്നൊക്കെ പറയും ഈ ഗുളിക. അപ്പൊ ഇത് എന്തിനു കൊടുക്കുന്നു, എന്തിനു വേണ്ടി കൊടുക്കുന്നു എന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ സംസാരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇത് നെറ്റിൽ പോയി സെർച്ച് ചെയ്തിട്ട് ഇത് ഹാർട്ട് അറ്റാക്കിന് വന്നവർക്ക് കൊടുക്കുന്നതല്ലേ, എനിക്ക് ഈ ഗുളിക തന്നു, അല്ലെങ്കിൽ ഇത് എന്തിനാണ് തരുന്നത്, ഇത് ഞാൻ ത്രൂ ഔട്ട് കഴിക്കണോ? ചിലര് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിക്കും, പിന്നെ അത് കഴിക്കാണ്ടിരിക്കും. ചിലര് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഗുളിക കഴിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ ആ ഗുളിക കഴിച്ചില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ എക്സ്ട്രാ ഗുളിക തരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഗുണകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്താണ് ഇക്കോസ്പിരിൻ? ഇക്കോസ്പിരിൻ അഥവാ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക നിങ്ങൾ പറയുന്ന കറക്റ്റ് ആണ്, ഹാർട്ട് അറ്റാക്ക് വന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടി? അവരുടെ രക്തം ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. സെയിം ആ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ പ്രഗ്നൻസിയിലും ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. രക്തം ക്ലോട്ട് ചെയ്യാതെ ഫ്രീ ആയിട്ട് രക്തം ഓടുക. എങ്ങോട്ട്? മറുവിൽ നിന്നും അല്ലെങ്കിൽ യൂട്രസിൽ നിന്നും മറുവിലേക്കും പ്ലാസന്റയിൽ നിന്നും കുഞ്ഞിലേക്കും ഉള്ള രക്തഓട്ടം ഫ്രീ ആയിട്ട് ഒഴുകാൻ, അതായത് ക്ലോട്ട്സ് ഒന്നും ഇല്ലാതെ, ബ്ലോക്കുകൾ ഇല്ലാതെ, റെസിസ്റ്റൻസ് കുറഞ്ഞ് ഫ്രീ ആയിട്ട് ഒഴുകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് ആർക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ആർക്കൊക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. ഇക്കോസ്പിരിൻ നമ്മൾ കോമൺലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2-3 റിസ്ക് ഫാക്ടേഴ്സ് ആണ് നോക്കുന്നത്. അതായത് അവരുടെ ഹിസ്റ്ററി എടുക്കും, അവരുടെ മുന്നത്തെ പ്രഗ്നൻസി, അവരുടെ ഫാമിലി ഹിസ്റ്ററി, അവരുടെ ബോഡി വെയിറ്റ്, അവരുടെ ഏജ്, ഇതെല്ലാം നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഇക്കോസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ആദ്യം ഹൈ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, അങ്ങനെ 2 റിസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഹൈ റിസ്ക് ആണെങ്കിൽ ഒറ്റ റിസ്ക് ഉണ്ടെങ്കിലും നമ്മൾ ആ ഗുളിക സ്റ്റാർട്ട് ചെയ്യും. മോഡറേറ്റ് റിസ്ക് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഏറ്റവും ആദ്യം പറഞ്ഞോട്ടെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ ഫോർ സ്റ്റാർട്ടിങ് ഇക്കോസ്പിരിൻ എന്ന് പറയുന്നത് മുന്നത്തെ പ്രഗ്നൻസിയിൽ ഉണ്ടായ അമിതമായ BP. ഹൈ BP കാരണം നേരത്തെ ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരിക, കുഞ്ഞിന് ഗ്രോത്ത് കുറവ് വരിക, വെള്ളക്കുറവ് വരിക, അല്ലെങ്കിൽ അമ്മയ്ക്ക് അപസ്മാരം പോലെ വരിക, ഇതൊക്കെ വന്നിട്ടുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിൽ, അമ്മയ്ക്ക് ഹൈ BP ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ ഇക്കോസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. കാരണം ഇപ്പൊ നമുക്ക് BP, മുന്നത്തെ പ്രാവശ്യം BP ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സ്ത്രീകൾ കൂടുതലാണ് മുന്നത്തെക്കാലം. മുന്നേ BP പ്രഗ്നൻസിയിൽ അധികം അത്രയും കോമൺ ആയിട്ട് കാണപ്പെടുന്നില്ല. പക്ഷെ ഇപ്പോ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന BP എന്ന് പറയുന്നത്. അപ്പൊ അത് അത്രയും കൂടുതൽ കാണുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കൂടുതൽ പേർക്ക് ഈ ഇക്കോസ്പിരിൻ അഥവാ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതാണ് മെയിൻ ഇൻഡിക്കേഷൻ എന്തുകൊണ്ട് ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ BP വരുന്നത് തടയുക, BP വന്നാലും അതിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് തടയുക എന്നുള്ളതാണ്. അപ്പൊ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ BP കൂടുതൽ വരുമ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞിന് ഗ്രോത്ത് കുറയാം, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാം, അമ്മയ്ക്ക് നേരത്തെ ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരാം. ഈ വെള്ളം കുറവ് കൊണ്ടും കുഞ്ഞിലോട്ടുള്ള രക്തഓട്ടം കുറവായത് കൊണ്ടും കുഞ്ഞിന്റെ ഗ്രോത്ത് കുറവായത് കൊണ്ടും നമുക്ക് ചിലപ്പോൾ നേരത്തെ അമ്മയെ പ്രസവിപ്പിക്കേണ്ടി വന്നു എന്ന് വരാം. അത് ചിലപ്പോൾ 34 ആഴ്ചയിലേ നമുക്ക് ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വന്നു എന്ന് വരാം. ഇതല്ലാതെ അമ്മയ്ക്ക് BPയുടെ കോംപ്ലിക്കേഷൻസ്, അതായത് അമ്മയ്ക്ക് അപസ്മാരം വരിക, അമ്മയ്ക്ക് തലയ്ക്കുള്ളിലോട്ട് ബ്ലീഡിങ് വരിക, അങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസും പ്രഗ്നൻസി സമയത്ത് അമ്മയ്ക്ക് ഉണ്ടാകാം. ആ കോംപ്ലിക്കേഷൻസ് വന്നാലും നമുക്ക് നേരത്തെ തന്നെ കുഞ്ഞിനെ ഡെലിവറി എടുപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇത്തവണ അത് കുറയ്ക്കാൻ വേണ്ടി, അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇക്കോസ്പിരിൻ അഥവാ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എത്ര ഡോസിൽ സ്റ്റാർട്ട് ചെയ്യണം, എപ്പോ കഴിക്കണം, എത്ര നാൾ കഴിക്കണം എന്നുള്ളത് ഞാൻ പറയാം. ഇനി വേറെ കുറച്ച് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി, അതായത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉള്ളിലുള്ളവരാണെങ്കിൽ, ട്വിൻസോ ട്രിപ്ലെറ്റ്സോ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഇക്കോസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക കൊടുക്കണം. എന്തുകൊണ്ട്? കാരണം അമ്മയ്ക്ക് യൂട്രസിലേക്ക് കിട്ടേണ്ട രക്തഓട്ടം എന്ന് പറയുന്നത് ഒരു കുഞ്ഞുള്ളത് പോലെ അല്ല, 2 ഉള്ളപ്പോ കൂടുതലായിട്ട് രക്തോട്ടത്തിന്റെ ആവശ്യം വരും. 2, അത് കഴിഞ്ഞിട്ട് വരുന്നത് അമ്മയ്ക്ക് പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ BPയോ ഷുഗറോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇക്കോസ്പിരിൻ അഥവാ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും.
പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കിഡ്നി ഡിസീസ് ഉണ്ടെങ്കിൽ, കിഡ്നി പ്രോബ്ലം എന്തെങ്കിലും കിഡ്നി ഡിസീസ് ഉള്ള അബ്നോർമൽ ആയിട്ടുള്ള അമ്മയാണെന്നുണ്ടെങ്കിൽ അവർക്കും നമുക്ക് നേരത്തെ ഇക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ പറയുന്നത് അമ്മയ്ക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടെങ്കിൽ, അതായത് എന്താണ് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്? നമ്മുടെ തന്നെ ശരീരത്തിലെ ആന്റിബോഡീസ്, അതായത് സാധാരണ നമുക്ക് പുറമേ ഉള്ള രോഗാണുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡീസ് നമ്മുടെ തന്നെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് അവയെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൽ വളരെ കോമൺ ആയിട്ട് നമ്മൾ സ്ത്രീകളിൽ കേട്ടുവരുന്ന ഒരു അസുഖമാണ് SLE, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിസ് എന്ന് പറയും. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇപ്പം SLE ഡയഗ്നോസ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസിയിൽ ഭയങ്കര കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് APLA, ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം. ഇത് കാരണം എന്തുണ്ടാവാം? ഒരുപാട് അബോർഷൻസ് ഉണ്ടാകാം. നേരത്തെ തന്നെ അതായത് ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻസ്, 3 മാസം കഴിഞ്ഞ് 5 മാസത്തിനിടയ്ക്ക് ഒരുപാട് അബോർഷൻസ്, 7 മാസത്തിനിടയ്ക്ക് ഒരുപാട് അബോർഷൻസ് ഉണ്ടാകാം. കുഞ്ഞുള്ളിൽ വെച്ച് മരിച്ചു പോവാം. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസാണ് APLA എന്ന് പറയുന്നത്. അപ്പൊ ആ APLA ഉണ്ടെങ്കിലോ SLE ഉണ്ടെങ്കിലോ മറ്റ് ഓട്ടോഇമ്യൂൺ ഡിസീസസ് ഉണ്ടെങ്കിലോ നമ്മൾ എന്തായാലും ആ അമ്മയ്ക്ക് ഇത്തവണ ഇക്കോസ്പിരിൻ അല്ലെങ്കിൽ ആസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത്. പറയുന്നത് മോഡറേറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതില് അമ്മയുടെ വെയിറ്റ്, BMI, ബോഡി മാസ് ഇൻഡെക്സ് 30 കൂടുതലുള്ള അമ്മയാണെങ്കിൽ, അതായത് ഓവർ വെയിറ്റ് ഉള്ള അമ്മയാണെങ്കിൽ, അമ്മയ്ക്ക് 35 വയസ്സിൽ കൂടുതൽ പ്രായം ഉണ്ടെങ്കിൽ, ഫസ്റ്റ് പ്രഗ്നൻസി ആണെങ്കിൽ. എന്തുകൊണ്ട് ഫസ്റ്റ് പ്രഗ്നൻസി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രഗ്നൻസി ഇറ്റ്സെൽഫ് അതൊരു BP വരാനുള്ള സാധ്യതയുള്ള പ്രഗ്നൻസി എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അമ്മയ്ക്ക് മുന്നത്തെ പ്രഗ്നൻസിയും ഇപ്പോഴത്തെ പ്രഗ്നൻസി ആയിട്ട് 10 വർഷത്തിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി, അമ്മയുടെ ഫാമിലിയിൽ സഹോദരിമാർക്കോ അമ്മമാർക്കോ ആർക്കെങ്കിലും പ്രഗ്നൻസിയിൽ BP വന്ന് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അപ്പൊ ഇതൊക്കെ നമ്മൾ മോഡറേറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കും. അങ്ങനെയുള്ളവർക്ക് ഒന്നിൽ കൂടുതൽ മോഡറേറ്റ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഇതല്ലാതെ 2 അബോർഷനോ അതിൽ കൂടുതൽ അബോർഷനോ ആയിട്ടുള്ള അമ്മമാർക്ക് നമ്മൾ ഇക്കോസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, APLA, ആന്റി ഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോമിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഇക്കോസ്പിരിനും വേറൊരു ലോ മോളിക്കുലാർ വെയിറ്റ് ഹെപ്പാരിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷനുമാണ്. ആ ഇഞ്ചക്ഷന് സ്റ്റാർട്ട് ചെയ്യണം. ഈവൻ ഇഫ് APLA നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ചിലർക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഒരു പ്രിക്കോഷൻ ആയിട്ട് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഇൻഡിക്കേഷൻസ്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറഞ്ഞു BP ആണ് മെയിൻ ഇൻഡിക്കേഷൻ ഫോർ സ്റ്റാർട്ടിങ് ഇക്കോസ്പിരിൻ. ഇനി ഈ ഗുളിക എപ്പോ സ്റ്റാർട്ട് ചെയ്യണം? ശരിക്കും ഞാൻ UPT പോസിറ്റീവ് ആയി അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് പ്രഗ്നൻസി ഗുളിക കണ്ടാൽ ഉടനെ തന്നെ നമുക്ക് ഇക്കോസ്പിരിൻ എന്ന് പറയുന്ന ഗുളിക സ്റ്റാർട്ട് ചെയ്യാം. എത്രയാണ് ഡോസ്? നമ്മൾ പ്രഗ്നൻസിയിൽ ലോ ഡോസ് ഇക്കോസ്പിരിൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലോ ഡോസ് എന്ന് പറയുമ്പോൾ 75 മില്ലിഗ്രാമിന് 150 മില്ലിഗ്രാമിന് ഇടയ്ക്കുള്ള ഡോസ്. അപ്പൊ നമ്മൾ സാധാരണ 150 മില്ലിഗ്രാം ആണ് കൊടുക്കുന്നത്. കാരണം പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് 150 മില്ലിഗ്രാം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇനി ഇത് എപ്പോൾ എടുക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, ബെഡ് ടൈം അഥവാ രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് ഈ ഗുളിക എടുക്കാൻ അഡ്വൈസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്തത് മുതൽ 36 വീക്സ് വരെ, 36 ആഴ്ച വരെ ഈ ഗുളിക ആക്ച്വലി എടുക്കണം. ഇത് ഇടയ്ക്ക് നിർത്തേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് എന്തിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവൻ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വന്ന ഒരാൾക്കാണെങ്കിൽ നമ്മൾ ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്യുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാനാണ്, ഫ്രീ ആയിട്ട് രക്തോട്ടം നടക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് ഫ്രീ ആയിട്ട് രക്തോട്ടം നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് BP കുറയാനും കുഞ്ഞിന് ഗ്രോത്ത് കുറയാനും അല്ലെങ്കിൽ കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളം കുറയാനും നേരത്തെ തന്നെ ഡെലിവറി പെയിൻ വന്ന് അമ്മ പ്രസവിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് ഇത് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. മുന്നേ എന്താണ് കാരണം എന്നറിയാതെ ഉള്ളിൽ വെച്ച് കുഞ്ഞ് മരിച്ചു പോയവർക്കും നമ്മൾ ഈ ഇക്കോസ്പിരിൻ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് എപ്പോ കഴിക്കണം, എത്ര ഡോസ് കഴിക്കണം, എത്ര നാൾ കഴിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇത് ശരിക്കും ഇതിന്റെ ഗുണം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം 16 ആഴ്ചയ്ക്ക് മുന്നേ എങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്യണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മയ്ക്ക് BP ഉണ്ടാകാൻ, പ്രഗ്നൻസിയിൽ BP ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് മറപിള്ള അഥവാ പ്ലാസന്റയാണ്. പ്ലാസന്റയുടെ സെക്കൻഡ് സ്റ്റേജ് ഡെവലപ്മെന്റ് നടക്കുന്നത് 12 ആഴ്ചയ്ക്കും 16 ആഴ്ചയ്ക്കും ഇടയ്ക്കാണ്. അപ്പൊ ആ ഡെവലപ്മെന്റ് നടക്കുന്ന സ്ഥലത്താണ് BP ഉണ്ടാകാനുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ നമ്മൾ 3-ാം മാസം സ്കാൻ എടുത്ത് വരുമ്പോൾ ചിലർക്ക് യൂട്രസിൽ നിന്നും, അതായത് യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ ഹൈ റെസിസ്റ്റൻസ് ഫ്ലോ എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? യൂട്രസിൽ നിന്നും യൂട്രസിലേക്കുള്ള രക്തം കൊണ്ടുവരുന്ന ആർട്ടറി, രക്തധമനിയാണ് യൂട്രൈൻ ആർട്ടറി എന്ന് പറയുന്നത്. അതിലുള്ള രക്തഓട്ടത്തിന് പ്രശ്നം കാണുന്നു, അല്ലെങ്കിൽ അതിൽ ഫ്രീ ആയിട്ട് രക്തം ഓടുന്നില്ല എന്ന് കാണുമ്പോഴാണ് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ കാണുന്നവർക്ക് നമ്മൾ ഒരു 12 ആഴ്ച, അതായത് 3-ാം മാസത്തെ സ്കാൻ കാണുമ്പോൾ, സ്കാൻ റിപ്പോർട്ട് കാണുമ്പോൾ നമ്മൾ ഇക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്.
അപ്പൊ എന്തിനാണ് ഇക്കോസ്പിരിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി പലരും ചോദിക്കും ഇതുകൊണ്ട് എന്റെ കുഞ്ഞിന് ദോഷമുണ്ടോ? ഇല്ല, ഇതുവരെയും ഒരു പഠനങ്ങളിലും കുഞ്ഞിന് ഒരു അംഗവൈകല്യങ്ങളും അല്ലെങ്കിൽ ഒരു ദോഷങ്ങളും സൈഡ് എഫക്ട്സും ഇത് കാരണം ഉണ്ടായതായിട്ട് തെളിയിച്ചിട്ടില്ല. പക്ഷെ അഡ്വാൻറ്റേജസ് അഥവാ ഗുണങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട് താനും. എന്നാൽ എങ്ങനെയൊക്കെ ഉള്ള അമ്മമാർക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ്പിരിൻ അലർജി ഉള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ മൂക്കിൽ നെയ്സൽ പോളിപ്പുകൾ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് കൊടുത്താൽ ശ്വാസകോശം ചുരുങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആസ്മ വരുന്നവർക്ക് ചിലപ്പോൾ ഈ ആസ്പിരിൻ കൊടുത്തു കഴിഞ്ഞാൽ ശ്വാസകോശം ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പെപ്റ്റിക് അൾസർ ഡിസീസ്, കുടലില് വയറില് സ്റ്റൊമക്കിൽ അൾസർ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇത് ആസ്പിരിൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവും. അപ്പൊ സാധാരണ കേൾക്കുന്ന ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് അമ്മയ്ക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകാം എന്നുള്ളതാണ്. അതല്ലാതെ അത്ര കോമൺ ആയിട്ട് ഒരു സൈഡ് എഫക്ട് നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുണങ്ങൾ കൂടുതലായതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇക്കോസ്പിരിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഡോക്ടർ കഴിക്കാൻ തരികയാണെങ്കിൽ അത് കഴിക്കുക. അത് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി കഴിക്കുക. പിന്നെ ഇടയ്ക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ അത് തൽക്കാലത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറയും, ബ്ലീഡിങ് നിൽക്കുന്നത് വരെ. അത് കാരണം എന്ന് പറയുന്നത് ഇത് ക്ലോട്ടിങ് അനുവദിക്കാത്ത ഗുളിക ആയതുകൊണ്ട് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടി, ക്ലോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെടുത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറയും. നന്ദി, നമസ്കാരം.